ചോദിക്കാം, ഓണം കാഴ്ചകളൊക്കെ എവിടെയാണ്, ഓണാഘോഷം എവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ആഘോഷിച്ച് വരികയാണ്. കോഴിക്കോട് ബ്യൂറോയുടെ ഓണാഘോഷം തകർപ്പനായി പുരോഗമിക്കുകയാണ്. രാവിലെ തുടങ്ങിയ പരിപാടിയാണ് VS രഞ്ജിത്തും സംഘവും. രാവിലെ അവർ ആ പൂക്കളമൊക്കെ ഇട്ട് സാനിയൊക്കെ ഇരിക്കുന്ന കണ്ടിട്ട് എനിക്ക് അത് സ്ക്രീനിൽ കണ്ടിട്ട് തന്നെ കൊതിയായി. ഇപ്പോൾ എന്തായി എന്ന് നമുക്ക് അവരോട് തത്സമയം ചോദിക്കാം. VS രഞ്ജിത്ത് ആൻഡ് ടീം കോഴിക്കോട് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. വെൽക്കം ഗൈസ് ടു ഗുഡ് ഈവനിംഗ് സുജിയ പാർവതി. സുജിയ, വെരി ഗുഡ് ഈവനിങ്, ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. ഞങ്ങളുടെ പരിപാടികൾ ഇങ്ങനെ പൊടിക്കുകയാണ്. ഉച്ചയ്ക്ക് സദ്യ ഉണ്ടതിന്റെ ചെറിയ ആലസ്യം പോലും ഇല്ലാതെയാണ്. നമുക്കൊരു ആർപ്പോടുത്തോടെയാണോ നമ്മളെ പരിപാടികൾ, നമ്മളെ വിവിധ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. പ്രോഗ്രാം കമ്മിറ്റിയുടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാൻ എവിടെ? അഭിലാഷേട്ടന്റെ യൂണ് ഗംഭീരമായി 2 പായസം അടക്കമുള്ള 20 ഐറ്റംസ്, ഒരു ഐറ്റം പോലും പറയരുത്, 20 ഐറ്റം ഉള്ള ഗംഭീര സദ്യ. അഭിലാഷേട്ട സദ്യ സെലക്ട് ചെയ്തതിന് അടിപൊളി. അതുപോലെ പൂക്കളം, നമ്മളെ പൂക്കളത്തിന്റെ വിഷ്വൽസ് ഒന്ന് കാണിച്ചത് നല്ലതാണ്. ദീപേഷിന്റെ ഡിസൈൻ ആയിരുന്നു. നന്ദകുമാറിന്റെ പൂക്കളം കമ്മിറ്റി അടിപൊളി പൂക്കളം ഇട്ടു. ഇപ്പൊ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കൺവീനർ ദീപക് മലയമ്മയുടെ പ്രോഗ്രാംസ് ആണ്. മലയമ്മ ഇതുവരെ എന്തൊക്കെ പ്രോഗ്രാം നടന്നു എന്ന് സുജയ പാർവതിക്കും പ്രേക്ഷകർക്കും? ഇതുവരെ നമ്മൾ വിപുലമായ രീതിയിൽ സുന്ദരിക്ക് പൊട്ടുകുത്തു. സുന്ദരിക്ക് പൊട്ടുകുത്തി ഏറ്റവും മനോഹരമായ ശരത്താണ് കേട്ടോ. ഇവിടെ കൂടുതൽ ഏറ്റവും സുന്ദരിമാർക്ക് പൊട്ടുകുത്തിയ ശരത്ത് അവിടെ. ശരത്തിന്റെ സുന്ദരിയായിരുന്നു. സുന്ദരിക്ക് ഏറ്റവും അത് അളന്ന് പൊട്ടുകുത്തിയ കേട്ടോ. കണ്ണ് കെട്ടിയാലും അളന്നിരുന്നത് ഞാൻ കണ്ടതാ. ഓക്കെ, ഇനി അടുത്ത ഒരു മത്സരം ഞാൻ വേണമെങ്കിൽ കാണിക്കാം. ഇപ്പൊ നമ്മളിവിടെ മത്സരിക്കാൻ പോകുന്നത് ബലൂൺ പൊട്ടിക്കൽ മത്സരമാണ്. ആ ബലൂൺ പൊട്ടിക്കൽ മത്സരത്തിൽ പെട്ടെന്ന് ആൾക്കാർ വന്ന് ഒരു 5 പേര് കമോൺ. 2 ക്യാമറ ഉണ്ട് കേട്ടോ. 2 ക്യാമറയിൽ 5-ാമത്തെ ഇവിടെ 4-ാമത്തെ ആളവിടെ. ഓക്കെ, സ്റ്റാർട്ട്. ബലൂൺ പൊട്ടിക്കൽ മത്സരം. വിനീഷ് അളവണ്ണ, ശരത്ത്, മലയമ്മ. മലയമ്മ ഇറക്കാൻ പറയുന്നുണ്ട്. മലയമ്മക്ക് എവിടെ കമോൺ. ആ പൊട്ടി. നമ്മുടെ ബലൂൺ പൊട്ടിക്കൽ മത്സരത്തിൽ വിനീഷ് അളവണ്ണ. ഓക്കെ, ഒരു നെക്സ്റ്റ് ഒറ്റ മത്സരം കൂടി ഉണ്ട്. നമ്മളെ ലെമൺ സ്പൂൺ എവിടെ? സ്പീഡ് 4 പേര് ലെമൺ സ്പൂണിന് വേണ്ടി 4 പേരുന്നോ. മത്സരിക്കുന്ന ആൾക്കാരെ പരിചയപ്പെടുന്നത് നമ്മുടെ പ്രോഗ്രാമിന്റെ ഫുൾ ചാർജ് നമ്മളെ പൂക്കളം കമ്മിറ്റിയുടെ നന്ദകുമാർ, സാനിയോ മനോമി, സുഖിലാഷ്. ഓക്കെ, കമോൺ, റെഡി? 1 2 3 4. അപ്പൊ നമ്മള് ഓണാഘോഷത്തിൽ ഇങ്ങനെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പാട്ട് കൂടി ആവാം. നമ്മളെ ആസ്ഥാന ഗായകൻ ദിബേഷ് എവിടെ? ദിബേഷിന്റെ ഒരു അടിപൊളി പാട്ടുണ്ട്. അതിനുശേഷം അഭിനുവിന്റെ പാട്ടുണ്ട്. നമ്മൾ എഡിറ്റർ അഭിനുവിന്റെ പാട്ടുണ്ട്. നമ്മൾ കൂട്ടത്തോടു കൂടി ഒരു പാട്ട് പാടും. ആദ്യം ദീപേഷ് സാറിന്റെ ഒരു ഒറ്റ സിംഗിൾ സോങ് ഓണപ്പാട്ട്. പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൂക്കും മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ ഗാനം മാറാൻ പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി. ഓക്കേ, അടിപൊളി. സോറി മൈക്ക്. ഇനി അഭിനുവിന്റെ ഒരൊറ്റ പാട്ട് കൂടിയുണ്ട്. അതിനുശേഷം നമ്മൾ എല്ലാവരും കൂടി ഒരു പാട്ട് പാടും. അഭിനു, മെലഡി പാടാ. വേനൽക്കിനാവിന്റെ ചെപ്പിൽ വീണുമയങ്ങുമെൻ മുത്തേ, നിന്നെ തഴുകിത്തലോടാൻ നിർവൃതിയോടെ ഉണർത്താൻ ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ബന്ധം പോലെ മേലെ മാനം മീതെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. രഞ്ജിത്തെ, അടിപൊളി. ദീപക് മലയമ്മ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊരു പാട്ട് പാടാം. അതിനു മുമ്പ് ഇവിടെ പുതുതായിട്ട് വന്ന
ഓക്കെ മാഡം. രഞ്ജിത്തെ, അതെ, രാകേഷും ശരത്തും ഒക്കെ ഉണ്ട്. ഇവർക്ക് അതാ ഞാൻ പറഞ്ഞേ. ഗംഭീരമായിരുന്നു. ഒരു ഫാമിലി പോലെ തന്നെയുള്ള രാവിലെ തൊട്ടുള്ള അതേ വൈബിൽ തന്നെ ഇപ്പോഴും അതേപോലെ തന്നെ എനർജി അതേപോലെ തന്നെ. ശരത്തിന്റെ പാട്ട് ഒരു രക്ഷയില്ല. ഇവിടെ കൂട്ടത്തിൽ പാടുവോ? ഇല്ല. ശരത്ത് ആൾക്കൂട്ടത്തിൽ സ്വകാര്യമായി മാത്രം പാടുന്നതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് നമ്മൾ നേരത്തെ ആലായാൽ തറ വേണം ഒരു പാട്ട് പാടില്ലോ. മലയമ്മ ലീഡ് ചെയ്യും. ഓക്കെ, ലീഡ് ചെയ്യണം മേഡം. ഓക്കെ, ഒരു പാട്ട് ഓക്കെയാണ്. മലയമ്മ ഫാൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മലയമ്മ ഫാൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ട്. മലയണ്ണാൻ ഫാൻസ് അല്ലെ, കോഴിക്കോടിന്റെ ഞങ്ങളുടെ റേറ്റിംഗ് താരം എന്നാ വിളിക്കുന്നത്. റേറ്റിംഗ് താരം, TRP താരം മലയമ്മ. ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിച്ചു ചെന്നാകം പൂക്കാൻ ചന്ദനം വേണം. ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിച്ചു ചെന്നാകം പൂക്കാൻ ചന്ദനം വേണം. അപ്പൊ രഞ്ജിത്തെ മണം വേണം, പൂമാനായാൽ ഗുണം വേണം. പാട്ട് കേട്ട് മതിയെന്ന്. ഓക്കെ, ഇനി നമ്മൾ രണ്ടുപേരുണ്ട്. നമ്മൾ ക്യാമറ ചെയ്യുന്ന രണ്ടുപേരും ഈ പാട്ട് കേട്ടെ ആലായാൽ തറ വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാടി വന്നപ്പോ നമ്മുടെ രാജീവേട്ടൻ ഉണ്ടല്ലോ, കോഴിക്കോട്ട് നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് രാജീവേട്ടൻ പറയാണ് വാർത്തയായാൽ ബ്രേക്ക് വേണമെന്ന് അതേ ട്യൂണിൽ പറഞ്ഞെന്നോട്. അതുകൊണ്ടാണ് ഇടപെട്ടത്. രാജീവേട്ടന് ഞങ്ങൾ ഈ പരിപാടി രാജീവേട്ടന് വേണ്ടിയിട്ടാണ്. ഓക്കെ, രാജീവേട്ടന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി 14-ാം തീയതി ഞങ്ങൾ ഇന്നത്തേക്ക് മാറ്റിയത്. പക്ഷെ രാജീവേട്ടൻ ഇല്ലാതെ ഒരു ഇല ഞങ്ങൾ രാജീവേട്ടൻ ഇട്ടിരുന്നു അല്ലേ? ഓക്കെ, രാജീവേട്ടൻ ഇല ഇട്ടാണ് ഞങ്ങൾ. അപ്പൊ സന്തോഷമാക്കൂ, ഉഷാറാക്കൂ. ഓണക്കാഴ്ചകൾ ഇനിയും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. ഇടവേള അത്യാവശ്യമായതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ കോഴിക്കോട് ബ്യൂറോ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അടുത്ത ദിവസമൊക്കെ ഇതിനേക്കാളും മാസ്മരിക പ്രകടനങ്ങൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്നു. രഞ്ജിത്തും മലയമ്മയും ഒക്കെ ഇനി അങ്ങോട്ട് തകർത്ത് വാരാൻ പോവുകയാണ് ഓണം.